കോൺഗ്രസ് നന്നാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. അത് തരൂരിനെ എന്തെങ്കിലും ചെയ്തു, തരൂർ മഹാനാണ് എന്ന അഭിപ്രായം എനിക്കില്ല. അങ്ങനെ അഭിപ്രായമല്ല. ഞാൻ പറയട്ടെ, ശ്രീ ശശി തരൂരിനെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ കമൻറ്റിനും ഞാനിപ്പോൾ മുതിരുന്നില്ല. ഒന്ന്. എന്നാൽ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളാണല്ലോ പുറത്തു വരുന്നത്. കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസ് എടുക്കണ്ടേ? എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിനകത്ത് തന്നെ നിരന്തരമായ അസംതൃപ്തർ ഇതുപോലെ വരുന്നു? അത് ചെറിയ നേതാക്കളല്ലല്ലോ. അപ്പോൾ മനീഷ് ഇപ്പോഴാണ് ഈ രണ്ട് പേര്. ഇതിനു മുമ്പ് സമീപകാലത്ത് വന്ന എത്ര പേരാണ്? അപ്പോൾ കേരളത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ആദ്യം പറഞ്ഞു നമ്മുടെ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു, സുധാകരനെ വിളിച്ചു, കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നു. ഇപ്പോൾ സുധാകരനെ ഒഴിവാക്കി കോൺഗ്രസിനെ രക്ഷിക്കുന്നു എന്നായി. ഇപ്പോൾ സുധാകരനെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അടുത്ത സണ്ണി ജോസഫ് എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറയുന്നത് അമർന്നു കത്തുന്നതും ആളിക്കത്തുന്നതുമായ തീയുടെ നടുവിലാണ് എല്ലായ്പ്പോഴും കോൺഗ്രസ്. അത് അധികാര കൊതിയുമായി ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം അധികാരം. ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ അധികാര കൊതി അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല? ഈ തരൂരെ വലിയ അതിർത്തിയിലാണ് കോൺഗ്രസിൽ എന്നുള്ളത് പൊതുവിൽ വ്യക്തമാണ്. CPM ക്ഷണിച്ചൂടെ? അല്ല, ഇതിപ്പോൾ ഏതിലേക്ക് ക്ഷണിക്കുന്നു, ആര് വരുന്നു എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു വാർത്താ ക്വസ്റ്റ്യനാണ്. ഞാൻ പറയുന്ന അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? അത് പരിഹരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇപ്പോഴും കെൽപ്പുണ്ടാകുന്നില്ല? അപ്പോൾ ഇത്രയും കെൽപ്പുകെട്ടൊരു പാർട്ടി ഇങ്ങനെയുണ്ടോ കോൺഗ്രസ്? അത് നിരന്തരമേ ഉണ്ടായില്ലേ? അധികാരഗതിയല്ലേ? ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷത്തിൽ, കേരളം മാത്രമല്ല രാജ്യത്താകെ ഇപ്പോൾ കേരളത്തിൽ പറയുന്ന കോൺഗ്രസ് എന്തായിരുന്നു കഴിഞ്ഞ ജനറേഷൻ? അധികാരത്തിന് പുറത്ത് നിന്നാൽ കോൺഗ്രസ് തകർന്നു പോകും. അപ്പോൾ അധികാരത്തിൽ വന്ന കർണാടകയിൽ ഇപ്പോൾ സേഫാണോ? വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന കർണാടകയിൽ തമ്മിലടിയില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ? ഇനി തൊട്ടിപ്പുറത്ത് മംഗലാപുരം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ പ്രതിപക്ഷത്താണ്, അവിടെ തമ്മിലടിക്ക് കുറവുണ്ടോ? ഇനി പോട്ടെ, ഡൽഹിയിൽ വന്നാൽ പാൻ ഇന്ത്യൻ കോൺഗ്രസ് പൊളിറ്റിക്സ് എടുക്കുക, തമ്മിലടിക്ക് കുറവുണ്ടോ? എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ അതും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തമ്മിലടിയാണോ, ഇത്തരം കാര്യങ്ങളാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസ്? അപ്പോൾ അത്ര കണ്ട് ലക്ഷ്യബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ആൾക്കൂട്ടമായി, പണ്ടേ അങ്ങനെയാണ്, പക്ഷേ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് 2 തവണ ഒരു കമന്റ് ഇട്ടത് അത് വലിയ വിവാദമായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്ന എണ്ണമുണ്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്ന വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ ആക്രമണത്തിന് മുമ്പ് വിവരം ചോർത്തിക്കൊടുത്തത്, ഇതൊരു നിരുത്തരവാദപരമായ പ്രസ്താവനയായിട്ടാണോ കരുതുന്നത്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിരിക്കുക തന്നെ ചോദിക്കേണ്ട ചോദ്യമായിട്ടാണോ ഡിവൈഎഫ്ഐ പറയുന്നത്? അതെ, ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അത്തരം പരാമർശങ്ങളോട് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയുടെ ആവശ്യം അടിയന്തരമായി ജനാധിപത്യത്തിൻ്റെ സഭയായ പാർലമെൻറ്റ് വിളിച്ചേർക്കണം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്ക്രൂട്ടിനി ചെയ്യാനും കൂടുതൽ വ്യക്തത വരുത്താനും സാധിക്കുന്നത് ഫ്ലോറാണ്. അപ്പോൾ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കാനും ജനാധിപത്യത്തോട് നീതി പുലർത്താനും കഴിയണം. സർവകക്ഷി യോഗം വിളിച്ചു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് സഹകരിച്ചു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കാതിരുന്നത്? ഇനി അതൊക്കെ പോട്ടെ, പാർലമെൻറ്റ് വിളിക്കൂ. പാർലമെൻറ്റ് വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ഫ്ലോറാണത്. അപ്പോൾ ജനങ്ങളുടെ സഭ വിളിച്ചു ചേർത്ത് ജനങ്ങളോട് സംസാരിക്കും. അവിടെ ഇത്തരം എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കുകയും തിരുത്തുകയും അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും.